Hafiz recipe time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡ് സേമിയ പായസമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1 കപ്പ് സേമിയ, 2 കപ്പ് മിൽക്ക്, 1 tablespoon ghee, 2 tablespoon custard powder, 5 tablespoon sugar. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2 കപ്പ് മിൽക്ക് നിന്നിട്ട് കുറച്ച് ഈ ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് ആ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. നമുക്ക് ആദ്യം സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ 1 കപ്പ് സേമി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോയിലായി വന്ന ഈ ടൈമിൽ നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് ഷുഗർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിതിലേക്ക് നമ്മളുടെ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിൽക്കിൽ മിക്സ് ചെയ്തത് അത് നമ്മൾ ഈ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ ഈ സേമിയ കസ്റ്റാർഡ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ സേമിയ കസ്റ്റാർഡിൻ്റെ അത് നല്ല തിക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് തിക്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്മോൾ പീസസ് ആക്കിയിട്ട് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സ്മോൾ പീസസ് ആക്കിയിട്ട് ബനാന ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. കാഷ്യൂ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.